സർ, നിലമ്പൂരിൽ ചില വോട്ട് ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും അട്ടിമറി നടന്നിട്ടുണ്ടെന്നുമാണ് CPM-ന്റെ വാദം. ഇത് എത്രമാത്രം ശരിയുണ്ട്? എന്താണ് ഇത്തരത്തിൽ പറയാനുള്ള കാരണം? അല്ല, CPM അത് സമ്മതിച്ചല്ലോ. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ചില കാര്യങ്ങൾ CPM സമ്മതിച്ചു. സാധാരണ അങ്ങനെ പാർട്ടി പിടിതരുന്നതല്ല. ഇവരുടെ ഒരു കണക്ക് കൂട്ടലുണ്ട് അവസാനം. സംസ്ഥാന കമ്മിറ്റി ഇതൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് ചോർച്ച ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു താത്വിക അവലോകനമാണ് നടത്തുന്നത്. ഇത്ര ശതമാനം അവിടെ സംഭവിച്ചിട്ടുള്ളൂ, ഇന്നിടത്ത് ഞങ്ങൾക്ക് ഇത്ര ശതമാനം കൂടി, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ തോറ്റു എന്നുള്ളൊരു വാക്കില്ല കേട്ടോ. ഞങ്ങളുടെ വോട്ടെല്ലാം പോയി എന്നും പറയത്തില്ല. പക്ഷേ 24 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഇവർ പറയുന്നുണ്ട് ഈഴവ വിഭാഗത്തിലുള്ള വോട്ട് പോയി എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് ഏറ്റവും എടുത്തു പറയുന്നത് ആലപ്പുഴയിലാണ്. ഈഴവ വിഭാഗത്തിലെ വോട്ട് പോയത് എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ളതിന് വേണ്ടി പിണറായി വിജയൻ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തു. അതിൽ ഒന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മലബാർ പ്രസംഗം നടത്തിച്ചത്, മലബാറിനെതിരായിട്ടുള്ള. എന്നിട്ട് പിന്നീട് വെള്ളാപ്പള്ളി ഈ അമരക്കാരനായിട്ട് SNDP-യുടെ അമരക്കാരനായിട്ട് എത്തിയതിൻ്റെ 30-ാം വർഷം ആഘോഷിച്ചു വെള്ളാപ്പള്ളിയെ സ്തുതിച്ചത്. ഇതൊക്കെ പോയ SNDP-യുടെ വോട്ട് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതാ നിലമ്പൂരിൽ ഇവർ പറയുന്നത് ഇവരുടെ പാർട്ടി വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായി എന്നാണ്. PV അൻവർ 20,000 വോട്ടടിപ്പിച്ച് പിടിച്ചില്ലേ? ചില്ലറ കളിയാണോ അത്? അത് CPM-ന്റെ വോട്ട് കൂടിയാണ് എന്നവർ പറയുന്നുണ്ട്. ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന 11,000 കഴിഞ്ഞു. ഇവിടെ 20,000-തോളം എത്തുകയാണ്. എന്തായാലും ഒരു 30-31,000 വോട്ട് ഇവർക്കങ്ങ് പോയി. ഈ 31,000 വോട്ട് ഇവർ പറയുന്നത് ഒരു കാര്യം എന്നിട്ട് സമ്മതിക്കുന്നില്ല, ഇത് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അത് രണ്ടിടത്തായിട്ട് മാറിപ്പോയി എന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ഷൗക്കത്തിലേക്ക് പോയ വോട്ട്, മറ്റൊന്ന് PV അൻവർ നേടിയ വോട്ട്. PV അൻവർ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു അൻവറൊന്നും അവിടെ നിലം തൊടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അൻവർ ഇത്രത്തോളം വോട്ട് ഓരോ ഘട്ടം കഴിയുന്നതോറും അൻവർ അങ്ങ് ടോപ്പിലോട്ട് കയറി വരികയാണ് ചെയ്തത്. അങ്ങനെ ഇത്രത്തോളം വോട്ട് നേടുകയും ചെയ്തു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം തന്നെ ഉണ്ടായി എന്നുള്ളത് പിന്നെ അവർ സമ്മതിക്കത്തില്ല. പക്ഷെ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. വോട്ട് ചോർച്ചയുണ്ടായി എന്നവർ പറയുന്നുണ്ട്. അതും ഏത്? CPM ഒരു കേഡർ പാർട്ടിയാണ്. അത് അവരുടെ വോട്ട് എപ്പോഴും ഒരു കാലം വരെ സേഫായിരുന്നു, അതെങ്ങും പോകത്തില്ല. അത് പോളിംഗ് തുടങ്ങിയാൽ പോലും ഇത്ര മണിക്കൂറിനകം ആ വോട്ടുകളെല്ലാം അവിടെ പെട്ടിയിൽ വീണിരിക്കും. അതാണ് CPM-ന്റെ പണ്ട് കാലം മുതലേ ഉള്ള ഒരു സ്വഭാവം. അപ്പോൾ അവർക്കറിയാം ഉച്ചയ്ക്ക് മുമ്പ് വോട്ട് ഇത്ര ശതമാനം രേഖപ്പെടുത്തി കഴിയുമ്പോൾ അത് തങ്ങൾക്കുള്ളതാണ് എന്നവർ തീർച്ചപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷമുള്ള വോട്ടുകളൊക്കെ കോൺഗ്രസിനുള്ള വോട്ടാണ് എന്നാണ് മുൻകാലങ്ങളിലെ കണക്കുകൂട്ടൽ. ഇപ്പൊ ഇവിടെ കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായിക്കെതിരെ പാർട്ടിയിൽ ഒരു പടയൊരുക്കം ഉണ്ട് എന്നാണ്. പിണറായി കാണിക്കുന്ന ഈ ധാർഷ്ട്യവും താന്തോന്നിത്തരത്തിനും പാർട്ടിയെ തൻ്റെ കാൽച്ചുവട്ടിലാക്കിയതിനുമാണ് പ്രസ്ഥാനം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വോട്ട് ചോർച്ച നടന്നത് സഖാക്കളുടെ ഇടയിൽ തന്നെയാണ്. കാരണം അൻവറിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അൻവർ 2016-ലും 2021-ലും അവിടുത്തെ MLA ആണ്. അൻവർ നേടിയ വിജയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തില് അൻവറിൻ്റെതായിട്ടുള്ള വോട്ടുണ്ട്. ഈ MLA ആയിരിക്കുന്ന സമയത്ത് അൻവർ അവിടെ വലിയ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ എന്ത് ചെയ്തു എന്നുള്ളതും അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. കാരണം അത് മണ്ഡലത്തിലുള്ളവരാണ് അനുഭവിക്കുന്നത്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ധാരാളം പാവം പിടിച്ച കർഷകരും തൊഴിലാളികളും ഒക്കെയുണ്ട്, അല്ലാതെ എല്ലാ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരൊന്നും അല്ല. അപ്പോൾ ഇവരൊക്കെ പല കാര്യങ്ങൾക്ക് അൻവറെ സമീപിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും
ജോലിയാണെങ്കിൽ അത് തരപ്പെടുത്തി കൊടുക്കുകയും സാമ്പത്തികമായിട്ടും സഹായിക്കും. കാരണം അൻവർ കച്ചവടക്കാരനാണ്, പണമുള്ളവനാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു പൈസ ഇല്ല അങ്ങനെയൊക്കെയാണെന്നൊക്കെ, അത് വേറെ കാര്യം. അപ്പം അല്ലാതെ അദ്ദേഹം സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് സഹായം എത്തിയിട്ടുണ്ട്. ആ സഹായമൊക്കെ തന്നെ തിരിച്ചു അൻവറിന് സഹായമായിട്ട് വന്നിട്ടുണ്ട്. കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടുമല്ലോ. അത് അൻവറിന് വോട്ടായി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് CPM-ലുള്ള വോട്ടുമുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെയുള്ള നമ്മൾക്ക് അദ്ദേഹം മഹാധിക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ഡലത്തിലുള്ളവർക്ക് അദ്ദേഹം ദൈവതുല്യനായിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് CPM-ന്റെ അകത്ത് വോട്ട് ചോർച്ച. പക്ഷേ ഈ അൻവറിന്റെ സ്വാധീനം മണ്ഡലത്തിലുള്ളത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇവര് വിചാരിച്ചു സ്വരാജിനെ അങ്ങ് ഇറക്കി കഴിയുമ്പോൾ മണ്ഡലം അങ്ങ് നിലനിർത്താമെന്ന് വിചാരിച്ചു. സ്വരാജ് എന്താ അങ്ങ് പരന്ന വായനയാണ്, ആഴമേറിയ വായനയാണ്. വായിച്ചത് കൊണ്ട് എന്താ കാര്യം? ഇവിടെ പിന്നെ എന്താണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് വായിച്ചവനെയോ അല്ലെങ്കിൽ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിച്ചവനെയോ അല്ല ഒരിടത്ത് MLA ആയിട്ട് ആവശ്യം. ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ വരണം. കൊല്ലത്തെന്ന് പറയുന്ന കൊല്ലത്തൊരു ഒരു പുങ്കവനുണ്ടല്ലോ, ഒരു MLA മുകേഷ് എന്ന് പറയുന്ന ഒരു സാധനം. ആ സാധനത്തെ കൊല്ലം നിവാസികൾ രണ്ട് കൈയും തലയിൽ കൈവച്ച് പറയുക ഈ സാധനത്തെ ഇവിടുന്ന് അങ്ങ് കെട്ടി വലിക്കണേ എന്ന്. കൊള്ളില്ല. ഒരു കാശിന് പ്രയോജനമില്ലാത്ത ഒരു MLA ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മുകേഷ് നടനായിരിക്കും, നടനാന്ന് നടിച്ചു കൊള്ളട്ടെ. നടനെ അല്ലല്ലോ ആവശ്യം. നടൻ വന്ന് കൊല്ലം പട്ടണത്തിൽ നിന്ന് അഭിനയം കാണിച്ചിട്ട് പോയാൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഇല്ലല്ലോ. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ തക്കതായ ഇടപെടലുകൾ ഉണ്ടാകണം, മണ്ഡലത്തിൻ്റെ വികസനം ഉണ്ടാകണം, അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കണം. അവിടെയാണ് വേണ്ടത്. അല്ലാതെ സ്വരാജിനങ്ങ് വലിയ വായനയാണ്, സ്വരാജ് വായിച്ചത് കൊണ്ട് എന്താ കാര്യം? പണ്ട് ONV കുറുപ്പ് ഇവിടെ പിന്നെ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ വിളിച്ചൊരു ചോദ്യമുണ്ട്, കവിക്കെന്തേ പാർലമെന്റിൽ കാര്യം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവരും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് കവിയാണെങ്കിലും പക്ഷേ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയണം. ONV കുറുപ്പ് വേറെ കാര്യം, അത് ജയിച്ചിരുന്നെങ്കിലും ജനകീയ പ്രശ്നങ്ങളിലൊന്നും ഒരു ഇടപെടലും ഉണ്ടാകത്തില്ല കേട്ടോ. അദ്ദേഹം കവിതയുടെ വഴിയിലൂടെ വേറെ അങ്ങ് പോകുന്ന ആൾ മാത്രമാണ്. ജനകീയനാകാൻ ONVക്ക് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. കവിതയിൽ ജനകീയനാണ്. അപ്പോൾ സ്വരാജിന്റെ വായന കൊണ്ടല്ല കാര്യം. എന്നാൽ പിന്നെ പാർട്ടിയിൽ വായിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. EMSന്റെ അടുക്കലെത്താൻ യോഗ്യതയുണ്ടോ ഈ സ്വരാജ് എന്ന് പറയുന്ന ആളിന്? പാർട്ടിയിലെ ഏറ്റവും വലിയ വായനക്കാരെന്ന് പറയുന്നത് പിന്നെ EMS-ഉം P. ഗോവിന്ദപിള്ള, നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ അമ്മായിയപ്പൻ, അങ്ങനെ പറയാം, എന്നാലേ ഒന്നുകൂടെ വ്യക്തമാകത്തുള്ളൂ ചിലർക്ക്. ഗോവിന്ദപിള്ള എന്ന് പറയുമ്പോൾ, ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞാൽ ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും പുസ്തകം വായിച്ചു നടക്കുന്ന ആളാണ്. ഈ P. ഗോവിന്ദപിള്ളയുടെ രോമത്തിൽ തൊടാനുള്ള യോഗ്യത ഈ സ്വരാജിനുണ്ടോ? സ്വരാജ് എന്തോ കാണിക്കുന്നത്? ഇവരുടെ വിചാരം എന്തോ ഞാനിങ്ങനെ യുവത്വത്തിൽ നിൽക്കുന്നു എന്നും പറഞ്ഞുള്ള ഒരു ആവേശ പ്രസംഗം നടത്തുമ്പോൾ അങ്ങ് എന്തോ ആളാകുന്നു എന്നുള്ള മട്ട. ഈ UDF CPM-ന്റെ ചില കേഡർ സഹാക്കന്മാരുള്ള പഞ്ചായത്ത് പോലും UDF പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ കനത്ത പരാജയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ CPM ഇപ്പോൾ സ്വയം വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം കുടുംബത്തിലെ വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്നാണ്. കാരണം അതിൻ്റെ അർത്ഥം വായിച്ചെടുക്കേണ്ടത് പിണറായിക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ഉണ്ട്, അമർഷമുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 26-ൽ തുടർഭരണം ഇല്ല എന്നുള്ളത് കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.